അണ്ണാ നിങ്ങളെ കാല് പിടിക്കാണ് 2 മണിക്കൂറോട് നിങ്ങളെ കൊണ്ട് ഞാൻ നടക്കണം. ഒന്നൊന്ന് വണ്ടി തുറക്കണ്ട. എന്റെ ഭാര്യ വരട്ടടാ, വന്നിട്ട് ഞാൻ അവളെ അവിടെ അങ്ങ് പൊയ്ക്കോളാം. ഈ കുടിയരെ ഏത് നേരത്തെ വണ്ടിക്കകത്ത് വിളിച്ച് കേട്ടാൻ തോന്നിയാതോ? ഇന്ന് രാവിലെ കൃത്യം 9:30 ആ സമയത്താണ് താങ്കൾ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. എനിക്ക് ഒരുപാട് അത്യാവശ്യം ഉണ്ടണ്ണ. എന്താണ് നിന്റെ അത്യാവശ്യം അത് പറ. എനിക്ക് കൂടലിന് പോണം. നല്ല വൈബാണ് ഈ സ്ഥലം. സാധനം ഉണ്ടെങ്കിൽ ഇതിനകത്തിരുന്ന് കൂടാ. അതല്ല, എനിക്ക് വിപിൻ ജോർജ് ചേട്ടന്റെ കൂടലിന് പോണമെന്ന്. നമ്മളെ പോലുള്ള സാധാരണക്കാരും കൂടൂല, വലിയ സെലിബ്രിറ്റി ബിബിന്റെ കൂടെ കൂടുള്ളൂ. ഇല്ലടാ, ഈ വാട്ടിത്തടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. വിപിൻ ജോർജ് ചേട്ടന്റെ പുതിയ സിനിമ കൂടൽ ഇന്ന് റിലീസ് ആവുകയാണ്. നമ്മള് പയ്യന്മാരല്ല, ആരാധകനാണ്. പിന്നെ ഇതിനകത്ത് മറ്റേ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്തൊരു വേഷം? വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഈ സിനിമയിൽ ഇല്ല. ഇല്ലേ? ഇല്ല. എന്റെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇല്ലേ? അപ്പൊ മസാല ദോശയുടെ കൂടെ ഉഴുന്നോടെ ഇല്ലേ? അതാണ് കോംബോ. നീ കേട്ടിട്ടില്ലേ? പൊറോട്ടയുടെ കൂടെ ബീഫ്, പുട്ടിന്റെ കൂടെ കടല എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പിനേഷൻ ആണ്. പക്ഷേ ഇത് വിഷ്ണു ഒന്നും ഇല്ലെങ്കിലും ഇതില് 8 പാട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് വിപിൻ ജോർജിന്റെ കൂടുതലല്ല, പിന്നെ കൂടുതലാണ്. 8 പാട്ട് കിടക്കല്ലേ, അപ്പൊ അത് കൂടുതലല്ലേ? കൂടുതൽ തന്നെ. വിപിൻ ജോർജ് ചേട്ടൻ അല്പം വെച്ച് കൂടുതൽ തന്നെയാണ്. ചെയ്യാത്ത എന്തോ പരിപാടിയുണ്ട്. സംവിധാനം ചെയ്യും, സിനിമ എഴുതും, പാട്ട് പാടും, നായകനാവും, വില്ലനാവും, ആങ്കർ ചെയ്യും, റാംപാപ്പ് ചെയ്യും. അതുകൊണ്ട് വിപിൻ ജോർജ് ചേട്ടൻ കുറച്ച് കൂടുതൽ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് 4 നായികമാരുണ്ട്. 4 നായികമാരുണ്ടോ? അപ്പൊ ഉണ്ണികൃഷ്ണ ഉണ്ട്. ഉണ്ണികൃഷ്ണ ഇല്ല. ഉണ്ണികൃഷ്ണ ഉണ്ട്. ഇല്ല. ഇവിടെ 4 നായികമാര് കിടക്കല്ലേ. അപ്പൊ ബിപിൻ ജോർജ് താന് ഉണ്ണികൃഷ്ണൻ ആയിക്കോളും. അണ്ണാ എനിക്ക് ആ സിനിമയ്ക്ക് പോണോണ്ണ. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും പറയണ നിങ്ങളെ വീട് എവിടെയാണ് ഞാൻ കൊണ്ടാക്കാം. പറ. എന്റെ വീടാ? എന്റെ വീട് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ? റെയിൽവേ സ്റ്റേഷൻ. അതിന്റെ പുറകെ ഒരു ഗുഡ്സ് കട ഉണ്ട്. അതിന്റെ അടുത്താണ് എന്റെ വീട്. നിങ്ങളെ വീട് അവിടെ ആയിട്ടാണ് ഈ പഞ്ചായത്ത് മൊത്തം എന്നെ ഈ ഓട്ടോയെ കൊണ്ടിട്ട് ഓടിച്ചത്. ഇപ്പൊ തന്നെ അവിടെ കൊണ്ടാക്കാം 350 രൂപ. 350 രൂപ? പിന്നെ അവിടെ കൊണ്ടാക്കാം 350. റെയിൽവേ സ്റ്റേഷൻ വരെ പോണേനാ? അവസാനമായിട്ട് പറയട്ടെ 100 രൂപ വരും. ഈ കാലത്ത് 100 രൂപയ്ക്ക് കാരണം ഓട്ടോ ഓടുന്നത്. ഒരു കാര്യം ചെയ്യ്, നീ പുറകോട്ട് കയറി, ഞാൻ വണ്ടി ഓടിച്ച് അവിടെ പോവാം. അവിടെ ചെല്ലുമ്പോഴേ നീ 100 രൂപ വന്നാൽ മതി. ഞാൻ ചോദിക്കണോട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നരുത്. നിങ്ങൾക്ക് എന്തോന്ന് ജോലി ചെയ്യണ? നിങ്ങൾക്ക് എന്തോന്ന് ജോലി? അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ക്രിയേറ്റർ ആണ്. എന്തോന്ന് ക്രിയേറ്റർ? ഞാൻ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അത് സോൾവ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇറങ്ങൂല? ഞാൻ ഇറങ്ങൂല. എന്റെ ഭാര്യ വരട്ടെ, വന്നിട്ടേ പോണുള്ളൂ. ഇതിപ്പോ ഇറങ്ങാൻ സിനിമയെ കാണണമല്ലോ. ഒരു പരിപാടി ഉണ്ട്, നോക്കാം. ഏക്കണേ ഭഗവാനെ. അണ്ണാ അണ്ണാ എനിക്ക് തലവേദന എടുക്കണ. അയ്യോ എനിക്ക് തല ഇറങ്ങണ. ഞാൻ വീഴുവണ്ണ. അണ്ണാ ഞാൻ വീഴുവണ്ണ. ഒരു സ്ഥലത്ത് കിടാ, എനിക്ക് ഭയങ്കര തലവേദന. എനിക്ക് 10 മണിയാകുമ്പോ തലവേദന വരുവാ. എനിക്ക് രാവിലെ ഉറക്കം വയ്ക്കുമ്പോഴും തലവേദന. എന്റെ തലവേദന ഒരു പ്രത്യേകതരം തലവേദന. എന്തോ പ്രത്യേകത? ഈ തലവേദന പറഞ്ഞെങ്കിൽ എവിടെ കുറ്റിക്കാട്, ആ കുറ്റിക്കാട്ടി പോയിട്ടേ കമ്മ്യൂണിസ്റ്റ് പച്ച പറിച്ചിട്ടേ ചതച്ചെന്റെ നെറ്റിയിലിട്ടത് എന്റെ തലവേദന മാറും. ഉറപ്പായിട്ട് മാറും. എവിടെയാണ് കുറ്റിക്കാട്? തോണ്ട അവിടെ. ആ കുറ്റിക്കാട്. തോണ്ട കുറ്റിക്കാട്. ആ കുറ്റിക്കാട്. ഇവിടെ കുറ്റിക്കാട്. ആ കുറ്റിക്കാട് ഇടത്തോട്ട് പോയാലുണ്ടല്ലോ അവിടെ ഒരു കുറ്റിക്കാട്. വലത്തോട്ട് പോടാ. അതിന്റെ എവിടെയെങ്കിലും പോയി വെട്ടി പൊളയടാ അതിന്റെ കുറ്റിക്കാട്. ഞാൻ പോയി കൂടുതൽ സിനിമ കാണണ്ട അവന്റെ കുറ്റിക്കാട്. പറയുമ്പോലെ ഞാൻ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് വെച്ച വരയ്ക്കും. ഞാൻ കോൺഗ്രസ്സുകാരനല്ലേ? അനിയ കോൺഗ്രസ് വെച്ച് മതിയാ? ഈ കോൺഗ്രസ് ഏതെങ്കിലും പച്ച വരച്ചില്ല, നീ അത് എന്തെങ്കിലും മേടിച്ചു പോടാ. ഞാൻ പോയി സിനിമ കാണട്ടെ. നീ എങ്ങനെ പോവും? ഞാൻ ഈ ആട്ടോ ഓടിച്ചു പോവും. ഇങ്ങനെ പോവൂ? നീ എങ്ങനെ പോവും? സാധനത്തിന്റെ കൈ ഇരിക്കല്ലേ? എന്നെ പറ്റിച്ചിട്ട് മുങ്ങുള്ള പ്ലാൻ അല്ലേ? നിങ്ങൾ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഞാൻ ചോദിക്കണോണ്ട് നിങ്ങൾക്ക് ഒന്നും തോന്നുന്നു. നിങ്ങൾ ഇങ്ങനെ കള്ളുടിക്കുന്ന കാര്യം തോന്നുന്നു. അത് ന്യായം. നീ അത് ചോദിക്കണം. ഞാനിങ്ങനെ ബദ്ധത്തിന്റെ കാര്യം എന്റെ ഭാര്യയാണ്. ഭാര്യ തീരാൻ ക്ലീശേ. പറ. നിനക്കറിയോ, എന്റെ ആദ്യ രാത്രി 9 മണിയായപ്പോ അവള് പാലം കൊണ്ടുവന്നു. അപ്പൊ ഞാൻ അവിടുത്തെ ചോദിച്ചു, എടി നീ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജ് പഠിക്കുമ്പോഴോ നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ചോദിച്ചു, വല്ല അഫയറുണ്ടോ ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. ഞാൻ 10 മണിക്ക് ചോദിച്ചു, അപ്പൊ അവളൊന്നും പറഞ്ഞില്ല. ഞാൻ 12 മണിക്ക് ചോദിച്ചു, അപ്പോഴും പറഞ്ഞില്ല. ആദ്യ രാത്രി. അവസാനം അവളത് പറഞ്ഞു. എത്ര മണിക്ക്? രാവിലെ 3 മണിക്ക്. കോളേജിൽ പഠിക്കുമ്പോ ഒരു പയ്യനോട്ട് ചെറിയ ഇഷ്ടമുണ്ട് അവള് പറഞ്ഞു.
എടാ എന്റെ ഉള്ളിലെ അപകർഷത വെക്കുന്ന കിടക്കണമെന്ന്. ആണോ? ഇനിയിപ്പോ ആ ചെറുക്കൻ എന്നെക്കാളും വെളുത്താണോ, മുടിയുണ്ടോ മുടിയില്ലേ, മീശയുണ്ടോ മീശയിലെ, താടിയുണ്ടോ താടിയില്ലേ, അത് ഓർത്താണ് ഞാൻ കുടിക്കണത്. നിങ്ങൾ ഒരു തരത്തിൽ വണ്ടി ഇറങ്ങി പോകൂല. ഇല്ല, എനിക്ക് ഇന്നൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കുന്നു. നിങ്ങൾ ഭാര്യ വരട്ടെ, വന്നിട്ടേ ഞാൻ പോവുള്ളൂ. ഒരു വാദ വന്ന് എന്റെ വണ്ടി കയറി. എനിക്ക് തോന്നുന്നില്ല ഇത് എന്നെ കൊണ്ടേ ഇവൻ പോകും. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കയറി സിനിമ കാണും. പേപ്പറൊക്കെ കീറി എറിയണേ എന്റെ വീഞ്ചേട്ടൻ. ദിനേശ് ചേട്ടാ, എന്റെ ഭഗവാൻ, ഇങ്ങനത്തെ എവിടെ പോയി കിടക്കുന്നതിന് വല്ല ഓടലും കേറി. ഈ പഞ്ചായത്തിന്റെ ഓടെ ഞാൻ നോക്കാല്ലേ, മൊത്തം നോക്കി എവിടെയില്ല. ഇങ്ങനെ പോടാ, സൈറ്റ് അടിക്കാതെ. ഇടീ, ഞാൻ നിന്റെ ഭർത്താവ് വേണ്ട. ഈ സ്ഥിരമായിട്ട് തന്നെ ഓടുന്നല്ലേ വിളിച്ചിട്ട് പോണത്. എന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ, ഓട്ടം കയറിയിരുന്നു. നാറിയിട്ടോ, ഇന്നും കുടിച്ചിട്ടുണ്ടല്ലേ? കുടിച്ചടി, ആര് കാരണം? നീ കാരണം ഞാൻ കുടിച്ച്. എന്റെ പൊന്നു മനുഷ്യ, കല്യാണം കഴിഞ്ഞ അന്ന് ആദ്യ രാത്രി നിങ്ങൾ എന്നോട് സ്നേഹത്തോടെ കുത്തി 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 ചോദിച്ചപ്പോ അറിയാണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അതും വെച്ചിട്ട് ഇത്രയും കാലം നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യ. നിന്റെ സ്ക്രിപ്റ്റ് എനിക്ക് മനസ്സിലായി. ഇനി അവന്റെ സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടാറുണ്ട്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാ നിന്റെ ക്ലൈമാക്സ്. കേട്ടാ, അത് അന്നല്ലേ ക്ലൈമാക്സ്. ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ വണ്ടിയിലേക്ക് ഇങ്ങ് കയറി നമുക്ക് വീട്ടോട്ട് പോവാം. കേറി കേറി കേറി. ഓട്ടോ എടാ, ഞാൻ വരാടാ. ഓട്ടോ നോക്കട്ടെ, ഞാൻ മാക്സിമം ശ്രമിക്കാം. ഒന്ന് വണ്ടി എടുക്ക വന്നിട്ട്. നിമിഷേ, സുമേഷ്, എന്തിവിടാ? എന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. നീ എന്താ ഇവിടെ? ഒരു കുടിയനെ കൊണ്ട് കളയാൻ വന്നതാ. ആ ഓട്ടോയിൽ ഇരിക്കുന്ന ആളാണോ? അറിയോ? എന്റെ ഭർത്താവേ വരൂ. നല്ല കാര്യം. അയ്യോ, നിന്റെ ഭർത്താവാണ് വണ്ടി ഇരിക്കുന്നത്. അങ്ങേരെ ഒരു 3 മണി വരെ കിണ്ടി കിണ്ടി ചോദിച്ചൊരു കഥ പറഞ്ഞ അതിലൊക്കെ നായകൻ ഞാനാണ്. അയ്യോ, നീ പറഞ്ഞോ? ഞാൻ എന്റെ പേര് പറഞ്ഞില്ല. ഞാൻ പേര് പറഞ്ഞില്ല. നിനക്ക് എന്റെ പേര് പറഞ്ഞോ? നിന്റെ പേര് അയ്യാക്ക് അറിഞ്ഞൂടെ? അതല്ല, എന്നെ പറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഭാഗ്യം, പറയണ്ട. പക്ഷേ ഒരു കാര്യം, നമ്മൾ ഒന്നിച്ച് പഠിച്ചിട്ടില്ല, ഞാൻ നിന്നെ കണ്ടിട്ടില്ല, ഞാൻ നിന്നെ തൊട്ടിട്ടില്ല, എനിക്ക് നിന്നെ അറിയില്ല. ഞാൻ മനസ്സിലാക്കൂലെന്ന് വിചാരിച്ചല്ലേ? എന്റെ ഭാര്യടുത്ത് നീ ഓട്ടോ ചാർജ് കൂടുതൽ വെക്കണല്ലടാ. വീട്ടിൽ കാണുന്ന പൈസ അല്ലാതെ 5 പൈസ തരില്ലടാ. എനിക്ക് പൈസ കൂടുതലാണ്. ചേട്ടാ, ഞാൻ പൈസ കൂടുതൽ ചോദിക്കുന്നത്, നമുക്ക് വേറെ ഓട്ടോ കയറി പോവാം. വേണ്ട, ഈ എന്നെ ഇത്ര നേരം ഇവിടെ സംരക്ഷിച്ച അവനാണ്. നമുക്ക് വീണ്ടും ആട്ടിൽ തന്നെ പോയാൽ മതി. അന്നെ ചോദിക്കാൻ വിട്ടുപോയി. എന്താ നീ ആ പേര്? എന്റെ പേര് ഉമേഷ്. ഉമേഷാ? സു എന്ന് പറഞ്ഞ ഇൻഷ്യലാണ്. ഇവിടെ ആരെങ്കിലും സൂ ഇൻഷ്യലോടെ? ഞങ്ങൾ മലയാളത്തിലാണ് ഞങ്ങളെ വീട്ടിലൊക്കെ ഇൻഷ്യൽ ഇടുന്നത്. നിങ്ങളിപ്പോ അതൊന്നും അറിയണ്ട. നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കണം, അത്രയല്ലേ പ്രശ്നം. നിങ്ങൾ വണ്ടിക്കകത്ത് കയറും. നിമിഷേ കയറടി. നിമിഷേ എന്നാ? ഒരു നിമിഷം പോലും നിൽക്കാതെ കയറാം. എന്റെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. കൊറേ നേരം നിർത്തിയിട്ട് കഴിഞ്ഞാലേ ഈ വണ്ടി സെൽഫ് എടുക്കൂല, തള്ളേണ്ടി വരും. ഒരു കാര്യം ചെയ്യ്, ആ കുട്ടിയെ വിളി. തള്ളി മറിക്കാനല്ല പറഞ്ഞ, തള്ളി അനക്കാനാണ് പറഞ്ഞത്. ആരെങ്കിലും തള്ളിയേ പറ്റൂ. അല്ലെന്നേ, എന്നാ ഞാനും തള്ള. അല്ല, സ്പീഡിൽ തള്ളാനേ. സ്പീഡ് പോയാ തള്ളു. ജീവിതമൊക്കെ എങ്ങനെ പോണു സുമേഷ്? നിന്റെ ഓട്ടോ ആയി പോയി, അല്ലെങ്കിൽ ഓട്ടോ എടുത്ത് അങ്ങനെ ഞാൻ തള്ളി താഴെട്ടേനെ. അതൊക്കെ പോട്ടെ. പണ്ടൊരു മഴ ദിവസം കോളേജിൽ നിന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയത് ഓർമ്മയുണ്ടോ? എങ്ങനെ മറക്കാനാ? മഴ പെയ്തപ്പോ ഞാൻ ഓടിച്ചൊന്നൊരു വാഴക്കൈ കടിച്ചു മുറിച്ചു. നമ്മൾ രണ്ടും കൂടെ വാഴക്കൈ ഇങ്ങനെ പിടിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് പോയപ്പോ നനഞ്ഞൊലിച്ചു നിന്ന് എന്നെ നീ ഈ ഷോൾ എടുത്ത് തല തോർത്തി തന്നു. മറന്നാ പൊന്നെ നീ? എങ്ങനെ മറക്കും ഞാൻ? മറന്നാ നീ? എങ്ങനെ മറക്കും? മറന്നടക്കള്ള. ഇല്ലടാ. 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 മറന്നില്ല. നിനക്ക് വല്ല ഗൗരവം ഉണ്ടാ? ഇല്ല. മോട്ടോർ വാഹന നിയമപ്രകാരം ഒരുത്തം പുറകിന് തള്ളുമ്പോ ഒരുത്തം ഡ്രൈവർ വണ്ടി സീറ്റ് ഇരിക്കണ്ടേ? അണ്ണ, എനിക്ക് വാഹന നിയമപ്രകാരം അറിഞ്ഞൂടാ. ഞാൻ ഓടിക്കാം. ആരെങ്കിലും തള്ളണം. എവിടെ? എന്താ കാര്യം തോന്നുന്നു? ജസ്റ്റ് ഒന്ന് തള്ളണം.
സമയമില്ല അതുകൊണ്ടാണ് കേട്ടോ. ഓക്കേ, മനസ്സിലായി. അയ്യോ അതിനെ തള്ളാനല്ല, പിന്നെ ഓട്ടോ തള്ളിയെടുക്കണ കാര്യമാണ്. സോറി സോറി ഞാൻ സമയമില്ലാത്തോണ്ടേ അതുകൊണ്ടാണ് കേട്ടോ. തള്ളണോ? ഓ തള്ളണം. ഫസ്റ്റ് ഇട്ട് എടുക്കണേ. ഫസ്റ്റ് ഇട്ട് എങ്ങനെ എടുക്കും? ഞാൻ സെക്കൻഡ് ഇടും, നീ ഒന്ന് തള്ളി അനക്കുമ്പോ ഞാൻ ക്ലച്ച് പതുക്കെ വിടും, അപ്പൊ വണ്ടി സ്റ്റാർട്ട് ആവും. ഇയാളങ്ങ് ഓടിച്ചാ മതി. എടാ ഞാൻ പറഞ്ഞത് എടേ മനോജ്, എത്ര നാളായി കണ്ടിട്ട്. അളിയാ നിന്നെ ഞാൻ അവിടെ കാണുന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. സുമേഷ സുഖം തന്നെ. നമ്മൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ച ആൾക്കാരല്ലേ അളിയ? എത്ര കാലം കണ്ടിട്ട്. നീ ഇപ്പോഴും ഓട്ടോ ഓടിക്കണല്ലേ അളിയ? എന്ത് സുമേഷ് അല്ല ഞാൻ മനോജ്. ഉമേഷ്. നീ എന്നെ മനസ്സിലായില്ലേ? പോടാ, എനിക്ക് എന്റെ അറിഞ്ഞൂടാ. മനോജ് ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടാക്കാം. മനോജ് എടാ പോടാ, എടാ നിനക്ക് മനസ്സിലായില്ല മനോജ്? എടാ മനോജിനെ നിന്നെ എനിക്ക് എന്നോട് മനോജ് സത്യമായിട്ട് നിന്നെ എനിക്ക് അറിഞ്ഞൂടാ. വിഷയം ഉണ്ടാക്കാം, കുടുംബം കലക്കാതെ. പോടാ മനോജ്, പോ. ഒന്നുമില്ല, പോ. എടാ പോടാ. പിടികിട്ടി. അയ്യോ നിമിഷ എന്റെ പൊന്നു മനോജേ, ഞാൻ നിമിഷയല്ല, നമ്മൾ ഒന്നിച്ച് പഠിച്ചതുമില്ല. ഒന്നും പറയണ്ട, നിങ്ങൾ അന്ന് കൂടെ കറക്കാം. വണ്ടിയിൽ കറക്കാം. അല്ല ഇവര് കല്യാണം കഴിഞ്ഞില്ലേ? എന്നിട്ട് നീ മിണ്ടായിട്ടാ പിറയിൽ ആളുണ്ടോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാ. നീ പോടാ നിന്റെ വഴി. കാര്യം പിടികിട്ടി. ഇപ്പൊ അല്ലേ കാര്യം പിടികിട്ടിയത്? ഞാൻ പറയാം. അയ്യോ, വേണ്ട. അച്ഛാ, അച്ഛനാ? നിമിഷയുടെ അച്ഛനല്ലേ? മനസ്സിലായി? എനിക്ക് മനസ്സിലായി. രണ്ടുപേരും കൂടെ വണ്ടിയിൽ കറങ്ങിയപ്പം അച്ഛൻ കണ്ടുപിടിച്ച്. എനിക്ക് മനസ്സിലായി. എന്തല്ലേ? അച്ഛനടുത്ത് ഞാൻ പറയും. എന്തുപോലെ പറയാൻ? ഞാൻ പറഞ്ഞോളാം. ഇതെന്തോന്ന് പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയത്? നിമിഷയുടെ അച്ഛൻ. അച്ഛൻ്റെ അടുത്തൊരു കാര്യം പറയട്ടെ. പറ മക്കളെ. ഇവർ രണ്ടുപേരും പണ്ട് ഇഷ്ടത്തിലായിരുന്നു. ആണാ? അല്ല. എന്റെ പുന്നാര മോള് മിണ്ടരുത്. നീയും പറ. ഞാൻ പറയും. കാര്യം അച്ഛനെ പണ്ട് പേടിച്ചിട്ടാണ് ഇവരെ ഇഷ്ടം പറയാതിരുന്നത്. മനസ്സിലായില്ല? ഇവരുടെ എല്ലാ കുലിശിത പരിപാടികൾക്കും ഞാനാണ് കൂട്ടുന്നത്. ഞാൻ കൂട്ടുന്നിട്ടുണ്ട്. മറന്നുപോയി എല്ലാ കാര്യങ്ങളും. ബാക്കി പറ. അതുകൊണ്ട് ഇവളുടെ കല്യാണം കഴിഞ്ഞാണെന്ന് അറിയാം. പക്ഷെ എങ്കിലും ഇവളിപ്പോ കറങ്ങി കിടക്കുകയല്ലേ. എന്തുകൊണ്ടെന്ന് അറിയാമോ? എന്തുകൊണ്ട്? അവളുടെ ഭർത്താവ് നട്ടലില്ല. എന്തിന്? സ്വയം മനസ്സിലാക്കി തന്നേന്. അതുകൊണ്ട് പറയുകയാണ്, ഇവരെ ഒന്നിപ്പിക്കണം. അവരെ കളയാം. ഇവരാണ് ഒന്നിക്കേണ്ടത്. സ്നേഹിക്കുന്നവരാണ് ഒന്നിക്കേണ്ടത്. ഒന്നിപ്പിക്കണം. നീ ഒന്നിപ്പിച്ചാൽ ഞാൻ ഒന്നിപ്പിക്കും. കൈവിടും. നിങ്ങൾ നീ ഇങ്ങോട്ട് വന്നാണ്. ഒന്നിപ്പിക്കോളൂ. ഞാൻ ആരെന്ന് മനസ്സിലായ? അത് നിമിഷയുടെ അച്ഛൻ. നിമിഷയുടെ അച്ഛനല്ല, പിന്നെ നിമിഷയുടെ ഭർത്താവാണ്. അന്ന് കേറിയായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഭ്രാന്താണ്. മെന്റൽ പേഷ്യന്റ് ആണ് ഞാൻ. എന്നാ മിക്ക പറഞ്ഞ പോലെ ഊളം പല കൊണ്ടിടും. ഞാൻ മെന്റൽ പേഷ്യന്റ് ആണ്. പറഞ്ഞ സ്ഥിതിക്ക് നടത്തി കൊടുത്തിട്ട് പോയടാ. എന്തോന്ന്? ഈ കല്യാണം നടത്തി കൊടുത്തിട്ട് പോയാ മതി. അല്ല ഞാൻ വേറെ കാര്യം പറയട്ടെ. എന്താ കാര്യം? എന്റെ കൂടെ പഠിച്ച സുമേഷിനെ പോലെ ഇരിക്കുന്നു. എന്റെ കൂടെ പഠിച്ച നിമിഷയെ പോലെ ഇരിക്കുന്നു. അവരെ കൂട്ടുകാരനെ പോലെ ഇരിക്കുന്ന മനോജാണ് ഞാൻ. എനിക്ക് ഭ്രാന്താണ്. ഞാൻ പറഞ്ഞ് വിശ്വസിക്കരുത്. നീ ഒരു ഉടായ്പം വേണ്ട. ഇവിടെ നീ തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. എന്നാ വേറൊരു കാര്യം പറയട്ടെ. വേറെന്തിന്? ഇതൊരു പ്രാങ്ക് ആയിരുന്നു. പ്രാങ്കാ? ക്യാമറ കണ്ട എവിടെ? അതുകൊണ്ടിരിക്കുന്നു. വേണമെങ്കിൽ പ്രാങ്ക് അല്ലേ? എന്നെ പ്രാന്ത് വർദ്ധിച്ച് ഓടിയല്ലേ കാണിച്ചതാ? സത്യം പറ. സത്യം പറയാ. സത്യാവസ്ഥയുണ്ടോ? സത്യം ഇത് കൊലയ്ക്കും. അണ്ണാ ഞാൻ പറയണം, അണ്ണ കേക്കണം. പറ വ്യക്തമായിട്ട് പറ. ഞാൻ ഇവരുമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രണയം ഉണ്ടായിരുന്നു. നമ്മൾ ഇഷ്ടത്തിലായിരുന്നു. കല്യാണത്തിന് ശേഷം ഞാൻ ഇവളെ കാണാനോ മിണ്ടാനോ വിളിക്കാനോ വന്നിട്ടില്ല. ഇന്നാണ് സത്യമായിട്ട് കണ്ടത്. ഇവളോട് എനിക്കൊരു ഇഷ്ടവും ഇല്ല. ഉറപ്പാണ്. നീ സത്യം പറ. നീ എന്തിനു വന്നത്? ഞാൻ ബിബിൻ ജോർജ് ചേട്ടന്റെ കൂടുതൽ സിനിമ കാണാനായിട്ട് പോവാൻ. നീ കൂടുതലിന് വന്നതല്ല, വിളുമായിട്ട് ഒത്തുകൂടാൻ വേണ്ടി വന്നത്. അത് ഞാൻ കൈകൂടാ പോക്കി. അയ്യോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാ പറ്റുള്ളൂ. ഉണ്ടാക്കും. അദ്ദേഹം വന്നൊരു തീരുമാനം ഉണ്ടാക്കൂടാ. ആര്? ഇതിന് കാരണക്കാരനായ ആള് ബിപിൻ ചേട്ടനോ? ബിപിൻ ജോർജ് വന്നിട്ട് ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ടാക്കും. ബിപിൻ ചേട്ടൻ നിങ്ങൾ എന്ത് ചെയ്തു? എന്ത് ചെയ്യുന്നു? ഒരു ചെയ്യില്ല. ഒരു സിനിമയ്ക്ക് ക്ലൈമാക്സ് ചെയ്ത് ഉണ്ടാക്കണല്ലേ? പുള്ളി വരട്ടെ, പുള്ളി ഒന്ന് ക്ലൈമാക്സ് ഉണ്ടാക്കട്ടെ. അല്ല ബിബിൻ ജോർജ് ചേട്ടൻ പറയേണ്ട ആവശ്യമില്ല. ഈ കുടുംബകലം പ്ലീസ്. അല്ലാതെ അവസാനം ഉണ്ടാവില്ല. അതുകൊണ്ട് അന്ത്യമില്ല.
Come on. അയ്യോ, ആ പാട്ടിടലേ ഞാൻ പ്രേമിക്കും. ചേട്ടന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് വൈഫിനെ സംശയമാണ് അല്ലേ? ഇതിന്റെ ഒക്കെ പ്രശ്നം എന്താണെന്നറിയാമോ? ചേട്ടൻ എപ്പോഴാണ് ഇതൊക്കെ ഓർക്കുന്നത്? മദ്യപിക്കുമ്പോഴാണ്. അത് ശരിയാ ആണല്ലോ. ഇടയ്ക്ക് 2 ദിവസം അടിക്കുന്നത് ഇത് ഓർത്തില്ല. ഓർത്തില്ല, അത്രേ ഉള്ളൂ. അപ്പൊ മദ്യപിക്കാതിരുന്നാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. സുമേഷിനെ ഓർക്കൂല. പിന്നെ ഓർക്കായിരുന്നു. അത് correct ആണ്. ആണ്. അപ്പൊ ഇന്നോട്ട് ഞാൻ ബള്ളോടി നിർത്തി. സോ ഹാപ്പി. ഒരുപാട് താങ്ക്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഫാനാണ് ഞാൻ. അതെ. എക്സ്ക്യൂസ് മീ, അറിയാൻ പറ്റി ചോദിക്കുകയാണ്. ഓ, ഈ ബിബിൻ ജോർജ് എന്നല്ലാതെ സുമേഷ് എന്നൊരു പേരില്ലേ നിനക്ക്? ഉണ്ടോ ഇല്ല അതുകൂടെ അറിയണം. എനിക്ക് ബിബിൻ ജോർജ് എന്ന് പേരുള്ളൂ. ആണോ? ഉറപ്പാന്ന്? ഉറപ്പാണ്. ആണോ? എന്നാ സന്തോഷമായിട്ട് വെക്കോ. നമ്മൾ എല്ലാരും കൂടി ചേർന്ന് കൂടുതൽ സിനിമ കണ്ടിട്ട് വരാം. അപ്പൊ നമുക്ക് ഈ സിനിമ അടിച്ച് പൊളിച്ച് കാണാം. വളരെ സൂപ്പർ ഹിറ്റ് ആവട്ടെ. അതെ. അപ്പൊ സന്തോഷമായിട്ട് വെക്കും. സന്തോഷം. സന്തോഷം. ഫ്രൂട്ട്സില്ലെങ്കിൽ എന്റെ തലയിൽ ഇരുന്നാണ്. കൊണ്ടോ